സോ വെൽക്കം ബാക്ക് ഗൈസ്. ഇന്ന് എൻ്റെ അമ്മയുടെ ബർത്ത്ഡേ ആണ്. സോ ബർത്ത്ഡേ ആയിട്ട് ഇപ്പോൾ സമയം 9 മണിയായി. ഞാൻ കേക്കൊക്കെ നേരത്തെ വാങ്ങണമെന്ന് പ്ലാൻ ചെയ്തതാണ്. പക്ഷെ ഞാൻ വൈകുന്നേരം കിടന്ന് ഉറങ്ങിപ്പോയി, എണീച്ചുള്ളൂ. ഇവിടെ 9 മണിയായിട്ടുണ്ട്. ഇപ്പം 9 മണിയായി കടയിൽ അടയ്ക്കും. അപ്പോൾ എന്ത് ചെയ്യാനാ, ടെൻഷനായിപ്പോയി. എണീച്ച പാടെ 9 മണി ഒറ്റ പോക്ക്. സോ അപ്പം വീഡിയോ ഒന്നും കടയിൽ പോയി എടുക്കാനുള്ള ഇത് കിട്ടിയില്ല. അതാണ് കേക്ക് വാങ്ങുന്നത് കാണാത്ത. ഞാൻ കേക്ക് വാങ്ങിയിട്ടുണ്ട്, വെളിയിലാണ് വെച്ചേക്കുന്ന, വണ്ടി വെച്ചേക്കാം. പക്ഷെ അമ്മയും വെളിയിൽ നിന്ന് റീൽസാണ് വിളിക്കുക. സോ എനിക്ക് എടുക്കാൻ പറ്റത്തില്ല. സോ വണ്ടി തന്നെ വെച്ചേക്കുക. ഒരു ചെറിയ വൈറ്റ് ഫോറസ്റ്റ് കേക്കാണ് വാങ്ങിയത്. പിന്നെ അപ്പം അമ്മ അകത്ത് കയറിയിട്ട് വേണം കേക്ക് എടുക്കാൻ. അമ്മ റൂമിൽ കയറിയിട്ട് വേണം സർപ്രൈസ് ചെയ്യാൻ. സർപ്രൈസ് ആവുന്നൊരു പിടിയില്ല. സർപ്രൈസ് ആവും എന്ന് നോക്കാം. അമ്മയാണ് റീൽസ് കണ്ടെങ്കിൽ ഇരിക്കുകയാണ്, അകത്ത് കയറുന്നതുമില്ല. എനിക്കാണെങ്കിൽ വണ്ടിയിൽ നിന്ന് കേക്ക് എടുക്കാനൊന്നും പറ്റുന്നില്ല. അപ്പം ഞാൻ നേരെ അച്ഛനോട് പോയി ഇങ്ങനെ കേക്ക് മുറിക്കുന്ന സർപ്രൈസ് ഉണ്ട്, ആ പ്ലാൻ ഉണ്ടെന്നൊക്കെ പറഞ്ഞ് കാര്യം അവതരിപ്പിക്കാൻ പോവുകയാണ്. വണ്ടി തന്നെ കേക്ക് ഇരിക്കുകയാണ്. ഞാനപ്പോൾ അച്ഛനോട് പറഞ്ഞിട്ടുണ്ട് കേക്കിൻ്റെ കാര്യം. റെഡിയാണ്. ഇവർ കിടക്കുമ്പോൾ ഞാനൊന്ന് ഓയിൽ തട്ടും. അങ്ങനെ അമ്മയാണ് പ്ലാൻ ചെയ്തിരുന്നത്. വർക്കൗട്ടായാൽ മതിയായിരുന്നു. സോ അമ്മയെ അച്ഛൻ നൈസായിട്ട് അകത്തോട്ട് വിളിച്ചിട്ടുണ്ട്. മണ്ണി കഥ ഉടച്ച് അച്ഛൻ സൂപ്പർ. അങ്ങനെ കേക്ക് പിടിയെടുത്ത് അകത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞ കേൾക്കുന്നുണ്ടോ എന്തോ, കേക്ക് അല്ലെങ്കിൽ അവർ അതാ. നമുക്കിനി കേക്ക് നോക്കാം. കേക്ക് ഞാൻ ടെൻഷനാണ് കേസ് തുറന്ന് നോക്കിയപ്പോൾ തന്നെ, കാരണം വണ്ടി തന്നെ സ്പീഡിലാണ് വന്നത്. സോ കേക്ക് ഏത് രീതിയിലിരിക്കുന്ന അറിയത്തില്ല. പക്ഷെ തുറന്ന് നോക്കിയപ്പോൾ ഓക്കെയാണ്, പക്ക, കുഴപ്പമില്ല. പിന്നെ ആ ഫോണ്ട് കാര്യമൊക്കെ കണ്ട പെട്ടെന്ന് ആ പുള്ളി എഴുതി തന്നെയാണ്. കടയടയ്ക്കാറൊക്കെ ആയി. പിന്നെ നമുക്കിനി ഒരു മെഴുകിലേക്ക് വെച്ച് അലങ്കരിച്ച് കൊണ്ടു കൊടുക്കാം. സോ മെഴുകിലെടുത്ത് പിന്നെ ലൈറ്റർ, രാമോൻ്റെ കാലത്ത് ലൈറ്റർ തപ്പിയെടുക്കുക ഒരു പാടുപെട്ട് ഞാൻ. പക്ഷെ ഓൾറെഡി ഞാൻ പോകുന്നതിന് മുന്നേ ഞാൻ സെറ്റാക്കി. അങ്ങനെ കത്തിച്ചിട്ട് നമുക്ക് ഇനി ഒരു സെർവിങ് പ്ലേറ്റ് അങ്ങനെ എടുത്തിട്ട് അതിൽ വെച്ചിട്ട് അവരെ കൊണ്ട് സർപ്രൈസ് ചെയ്യാം. ഇനി സെർവിങ് പ്ലേറ്റ് എടുക്കണം. സെർവിങ് പ്ലേറ്റ് എടുക്കുക, എന്നിട്ട് അതിൽ വെക്കുക, പിന്നെ പോവുക, സെറ്റാക്കുക. അങ്ങനെ സെർവിങ് പ്ലേറ്റ് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലായിട്ട് കേക്ക് എടുത്ത് വെക്കുക. ഒന്നുകൂടെ മെഴുകി കത്തിക്കണം. അങ്ങനെ മെഴുകി ഞാൻ അടച്ചു കൈസ്, അല്ലെങ്കിൽ പെട്ടെന്ന് ഒഴുകി പോകും. സോ സാധനം കേക്ക് എടുത്ത് വെച്ചു. ഇനി മെഴുകി കത്തിച്ച് നേരെ അവരെ സർപ്രൈസ് ചെയ്യാൻ വേണ്ടി പോകണം കൈസ്. അതേ ഉള്ളൂ. സർപ്രൈസ് ആയാൽ മതിയായിരുന്നു, അല്ലെങ്കിൽ കഴിഞ്ഞു. മാ അങ്ങനെ നോക്കൂ. ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു. അതൊക്കെ നമ്മള് സെറ്റാക്കി. വാ, അച്ഛൻ ഞാനവിടെ സെറ്റാക്കി. അച്ഛനെ കളിച്ചു കൊടുത്ത്, അച്ഛന് ഫ്രീ ക്രെഡിറ്റ്. ഞാൻ പ്രതീക്ഷിച്ചില്ല കേട്ടോ. പ്രതീക്ഷിച്ചില്ലേ? എന്നാ ഞാൻ ഇച്ചിരി അടിപൊളിയായിട്ടൊക്കെ തന്നെയല്ലേ. ഇതൊക്കെ മതി, ഉള്ള പോലെ മതി. സോ ഇനി കേക്ക് മുറിക്കുമ്പോൾ കാണാം. ഹാപ്പിയായി ഫസ്റ്റ് പെട്ടെന്നുള്ള ഒരു റിയാക്ഷൻ. പിന്നെ എനിക്ക് സത്യം പറഞ്ഞ ആദ്യമായിട്ടാ ഇങ്ങനെ, ഇത്രയും വർഷത്തിനിടയ്ക്ക് ആദ്യമായിട്ടാ ഇങ്ങനൊരു, അല്ല ഞാനുള്ളതാ. എന്റെ ബർത്ത്ഡേ ഞാൻ ഓർക്കും, പക്ഷെ ഇങ്ങനെയൊക്കെയുള്ളൊരു സംഭവം ആദ്യമായിട്ടാടാ പോലെ. എനിവേ താങ്ക് യു. നമുക്ക് വെളിപ്പം മുറിക്കാം. ഓ ആയിക്കോട്ടെ, വേണ്ട. ഇത് ആരും സെറ്റ് ചെയ്ത് അച്ഛൻ ഞാൻ എണീച്ച് വാ. സർപ്രൈസ്. എന്ന് ഞങ്ങള് വെളിയില് റീല് കണ്ടിരുന്നേ, കേക്ക് അലിഞ്ഞു പോയി. ഞാൻ ഇപ്പഴൊന്നും കേറത്തില്ലെന്ന്. ഇത് എപ്പോഴും ഇവിടെ കൊണ്ടുവച്ച് ആരുണ്ടോ, അതൊക്കെയാണ് സർപ്രൈസ്. മനസ്സിൽ പ്ലാൻ കണ്ടായിരുന്നു. ഹാപ്പി ബർത്ത്ഡേ ഷീബേ. നിങ്ങള് ഹാപ്പി ബർത്ത്ഡേ ടു യു, അല്ലെങ്കിൽ മ്യൂസിക് ഇടാ, അല്ലെങ്കിൽ രണ്ട് അവിടെ നിക്കേ, ഓക്കെ. ഞാൻ പാട്ട് ആടിയ
ക്യാമറയ്ക്ക് കൊടുക്കും, ക്യാമറയ്ക്ക് കൊടുക്കും, ഞാനത് കൊടുക്കാം. ഞാൻ എന്തോ താങ്ക്സ്. മധുര. സോ ഗൈസ് സർപ്രൈസ് ഏറ്റിട്ടുണ്ട്. പെങ്ങളൊക്കെ കൂടെ എത്തി. അമ്മ സർപ്രൈസ് ആയില്ലേ അമ്മ? അച്ഛാ മറ്റേ വീഡിയോ റെക്കോർഡ് ആയില്ല. അല്ല അതല്ല, രണ്ടാമത് ചോദിക്കുന്നേ അച്ഛൻ പറഞ്ഞില്ലല്ലോ അമ്മ എടുത്ത്. ഞാൻ അച്ഛനോട് പറഞ്ഞായിരുന്നു, പക്ഷെ അച്ഛൻ കറക്റ്റ് അഭിനയായിരുന്നു. കറക്റ്റ് അഭിനയം പറഞ്ഞില്ല. അമ്മ കുറെ നേരം വെളിയിൽ നിന്ന് അവിടെ കേക്ക് കൊടുക്കുന്ന കഴിച്ചു. ഓക്കെ ഉണ്ടോ? ഓക്കെ, താങ്ക് യു. അമ്മ സർപ്രൈസ് ആയില്ലേ? പിന്നെ ഞാൻ എനിക്കറിയില്ല എപ്പോഴാന്നൊന്നും. നമ്മള് സെറ്റ് ആക്കി. വർഷത്തിനിടയ്ക്ക് ആദ്യമായിട്ട് അങ്ങനെ ഒരു സംഭവം. ഞാൻ ആനിവേഴ്സറിക്കാണ് കേക്ക് വാങ്ങി. ആനിവേഴ്സറിക്കാണ് അത് ആവശ്യമില്ലാത്ത ടോക്കാണ്. നമുക്ക് അറിയില്ല എന്താ നമ്മുടെ ബർത്ത്ഡേ കണ്ടന്റുമായിട്ട് റിലേറ്റഡ് അല്ല. സോ അമ്മ എന്തായാലും ഹാപ്പി ആയിട്ടുണ്ട്, അച്ഛൻ ഹാപ്പിയാണ്, ഞാൻ ഹാപ്പിയാണ്, അഞ്ചു ഹാപ്പിയാണ്. സോ വി ആർ ഓൾ ഹാപ്പി. സോ മൈൻഡ് അപ്പ് ആണ് ഗൈസ്. ബർത്ത്ഡേ ഇവിടെ കഴിഞ്ഞു. അമ്മയുടെ കളർ ആയിട്ടുണ്ട്, സർപ്രൈസ് കൊടുത്തു. എന്ത് പറയായിരുന്നു അലക്കി നിൽക്കുകയാണ് പിള്ളേര്. നല്ല കാര്യമൊക്കെ ചെയ്യും. നീ ഒരു കാര്യം കൂടെ ചെയ്തു. അത് പറഞ്ഞത് പേഴ്സണൽ ആണ്. അത് പേഴ്സണൽ ആ കാര്യം ഞാൻ പറഞ്ഞില്ല. അച്ഛൻ പറയത്തില്ല. വീഡിയോ റെക്കോർഡ് ചെയ്ത് കാര്യം അല്ലെങ്കിൽ പറഞ്ഞാൽ ആ കേക്ക് ഞാൻ ആ പക്കൂറിന്റെ വീട്ടിലോട്ട് പോകണം ഗൈസ്. പക്കർ ഉറങ്ങി വന്നു. പക്കർ ഗെയിം കളിക്കാനല്ല, പക്കർ ഇവിടുന്ന് PUBG കളിക്കുന്നുണ്ട് ഗൈസ്. ഇങ്ങനത്തെ ഒരു ഷാഡോ. ലെറ്റ്സ് ഗോ. കേക്കുമായി പക്കൂറിന് വേണ്ടി സമ്മതിക്കത്തില്ല. മരിച്ചടാ. സോ ബൈ ഗൈസ്.